നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു വയസ്സാകുമ്പോഴെങ്കിലും അത് നടത്തിയില്ലെങ്കിൽ ദേവി അടയാളം കാണിച്ചു തരുമെന്ന് അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് നേരത്തെ ആയാൽ കുഴപ്പമുണ്ടോ ഇല്ലയോന്ന് ഈശ്വരിയമ്മ വരുമ്പോൾ വേണം ചോദിക്കാൻ. അതിന് ഈശ്വരിയമ്മ വരണ്ടേ? അന്ന് അമ്പലത്തിൽ വന്ന് എന്തൊക്കെയോ പറയാതെ പറഞ്ഞ് പാതി വഴിയിൽ പോയതാ. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഈശ്വരിയമ്മ വരും. അറിയാവുന്നത് പറയുകയും ചെയ്യും. എനിക്കത് തീർച്ചയാ. മതി. അല്ലമ്മേ, ഉറങ്ങാനൊന്നും അപ്പൊ ഉദ്ദേശിച്ചില്ലേ? നേരെ ഒരുപാട് കഴിഞ്ഞു. വാ, പോയി കിടന്ന് ഉറങ്ങാൻ നമുക്ക്. നീ പൊയ്ക്കോളൂ. എനിക്ക് അല്പനേരം കൂടി ഇരിക്കണം. അദ്ദേഹം അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. വന്നാലേ എനിക്ക് ഉറങ്ങാൻ പറ്റൂ. ശരി. അമ്മേ മഹാമായേ, ഇവിടെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. എന്നാ പിന്നെ ഇതിനെ ഒരു ന്യായമാക്കി തിരികെ പോയാലോ? അത് പാടില്ല. ആ മേഘനാഥൻ അറിയാതെയാണെങ്കിലും മനസ്സിൽ തെളിഞ്ഞ സത്യങ്ങൾ പറഞ്ഞേ തീരും. ഇപ്പോഴെങ്കിലും അത് പറയാതിരുന്ന തൃപ്പങ്ങോട്ട് കുടുംബത്തിന്റെയും തൃപ്പങ്ങോട്ട് ദേശത്തിന്റെയും നാശം കണ്ണാലെ കാണേണ്ടി വരും. എന്ത് പ്രലോഭനം ഉണ്ടായാലും എന്ത് തന്നെ സംഭവിച്ചാലും ഇന്ന് ഞാനത് പറയും. പറഞ്ഞേ പറ്റൂ. അമ്മേ മഹാമായേ, ഈശ്വരിയമ്മ. വേണ്ട വേണ്ട, ഈ സമയത്ത് ഇങ്ങനൊന്നും ഓടി വരരുത് മോളെ. എവിടെയായിരുന്നു? ഊരു ചുറ്റിയുള്ള ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞോ? ഈശ്വരിയമ്മ എന്റെ ഉള്ളിൽ വളരുന്നത് ഒരാൺകുഞ്ഞാണെന്നും അത് എന്റെ അച്ഛന്റെ പുനർജന്മമാണെന്നും പറഞ്ഞിരുന്നു. സംശയിക്കണ്ട, അതങ്ങനെ തന്നെയാ എനിക്ക് വെളിപ്പെട്ടത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഭയപ്പെടുത്തുന്ന മറ്റു ചില കാര്യങ്ങളും ഉണ്ട് കുഞ്ഞെ. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഭയമോ? എന്റെ ദൈവമേ, 33 കോടി ഈശ്വരന്മാരും കാവലുള്ള സാക്ഷാൽ ഈശ്വരിയമ്മയ്ക്ക് ഭയമോ? മോളെ, ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ആളുകളുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ കഴിഞ്ഞൂന്ന് വരില്ല. അത് നമ്മുടെ ആര് തന്നെയായാലും അങ്ങനെ തന്നെ. എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്റെ ജ്ഞാനദൃഷ്ടിയിൽ ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതും പറഞ്ഞു പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞാൽ മാത്രം. പ്രതിഷ്ഠയുടെ അന്ന് മോളുടെ വയറ്റത്ത് കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോ ആൺകുഞ്ഞാണെന്നും അത് വാസുദേവൻ അദ്ദേഹത്തിന്റെ പുനർജന്മമാണെന്നുള്ള വെളിപാടിനൊപ്പം മറ്റൊന്നുകൂടി വെളിപ്പെടുകയുണ്ടായി. സംരക്ഷിക്കേണ്ടവര് തന്നെ അതിന് വിരുദ്ധമായി. മേലാൽ സുഭദ്രയെ വന്ന് കാണാനും ഉൾവിളി ദൈവ സന്ദേശം ഭാവി പ്രവചനം എന്നൊക്കെ പറഞ്ഞ് ശല്യം ചെയ്യാനും ശ്രമിച്ചാൽ ഒന്ന് തകർക്കും നിങ്ങളുടെ സ്വന്തം തലയും പിന്നെ ദാ ഈ തലയും. സംരക്ഷിക്കേണ്ടവർ തന്നെ അതിന് വിരുദ്ധമായി? എന്താ നിർത്തിയത്? ബാക്കി കൂടെ പറയൂ. സംരക്ഷിക്കേണ്ടവർ തന്നെ അതിന് വിരുദ്ധമായി? അല്ല, ആരാ ഇത്? ഈശ്വരി അമ്മേ? ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. സുഭദ്ര എന്നും തിരക്കാറുണ്ടായിരുന്നു. ഈശ്വരി അമ്മയ്ക്ക് നമ്മളോട് എന്തോ പറയാനുണ്ട്. പക്ഷേ അമ്മ അത് പറയാൻ ശ്രമിക്കുമ്പോ എന്തോ ഒരു തടസ്സം പോലെ. അത് ചിലർക്ക് അങ്ങനെയാ. അനുഗ്രഹം കൂടുമ്പോ വിറയല് വരും. പിന്നെ പിന്നെ തുള്ളി ഉറഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അമ്മ എന്തൊക്കെയാ പറയുന്നത്?
എത്ര വിയർത്താലും തുള്ളിയാലും നേരെ ഇരുട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം പറയാൻ പാടില്ലെന്നാ ശാസ്ത്രം. ആ അതാ ഈശ്വരി അമ്മയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്തത്. പക്ഷേ അങ്ങനെ ഒരു ശാസ്ത്രമുണ്ടോ? ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. ഉണ്ടെന്നേ. പ്രത്യേകിച്ചും ഈ ഗർഭാവസ്ഥയിൽ മോൾ ഇനി ശാസ്ത്രം ഒന്നും തെറ്റിക്കാൻ നിൽക്കണ്ട. അതെ അതെ, മാത്രമല്ല ഈശ്വരി അമ്മയെ കണ്ടാലേ അറിയാം എന്തോ ചില ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന്. അമ്മ ഒരു കാര്യം ചെയ്യ, ഈശ്വരി അമ്മയെ ഒന്ന് ആശ്രമം വരെ കൊണ്ടാക്കുക. പാവം ഈശ്വരി അമ്മ ആകെ ക്ഷീണിച്ചിരിക്കുക. വേലയിനുണ്ട് വണ്ടിയില്ല. അതൊന്നും വേണ്ട, ഞാൻ തനിയെ പൊയ്ക്കോളാം. അത് പറ്റില്ല പറ്റില്ല പറ്റില്ല. ഈശ്വര്യമ്മയെ പോലൊരാള് ഈ നാടിന്റെ തന്നെ വിളിച്ചോ? ആ അങ്ങനെ ഒരാളെ കാത്തു സൂക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാ. അമ്മ വരൂ, വരൂന്നേ. ആ വരൂ. വല്ലാത്തൊരു നെഞ്ചെടുപ്പ് തോന്നുന്നല്ലോ. എന്തോ ഒരാപത്ത് വരാൻ പോകുന്നത് പോലെ. ഈശ്വര്യമ്മയുടെ മുഖത്തുണ്ടായിരുന്നു വല്ലാത്തൊരു വിഷമാവസ്ഥ. നീ കാപട്യം കണ്ടിട്ടില്ലാത്ത കുട്ടിയാണ്. ഈ ലോകം മുഴുവൻ പൊയ്മുഖമാണിപ്പോ. അത്തരമൊരു പൊയ്മുഖം അണിഞ്ഞാണ് ഭവാനി മകനും ജീവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചന്ദ്രമോഹൻ അമ്മാവനും തന്നിരുന്നു ചില ദുസ്സൂചനകൾ. ഇനിയൊരു പക്ഷേ ഈശ്വര്യമ്മയും വക്കീലമ്മാവനും ചന്ദ്രമോഹൻ അമ്മാവനും ഒക്കെ ഭയപ്പെടുന്നത് പോലെ അദ്ദേഹം ആളൊരു അപകടകാരി ആയിരിക്കുമോ? ഒരു കുടുംബദ്രോഹി? ഭഗവാനെ, സൗഭാഗ്യമോളുടെ കരച്ചിലാണല്ലോ. മോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.